ഹലോ. അപ്പോൾ ദേ ഇന്ന് എൻ്റെ മോളെ പിറന്നാളാട്ടോ. അപ്പോൾ എല്ലാ പ്രാവശ്യവും ക്ഷേത്രത്തിൽ പോവാറുണ്ട്. പ്രാവശ്യം ക്ഷേത്രത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ വീട്ടിൽ തന്നെ ഞങ്ങൾക്ക് വലിയ പൂജാമുറിയൊന്നുമില്ല. നമ്മളൊരു കുഞ്ഞ് ഫോട്ടോ ഒക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ നിന്ന് നല്ലോണം പ്രാർത്ഥിച്ച് വൈകിട്ട് സമയം പറ്റിയെങ്കിൽ നമ്മളൊന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല, അപ്പോൾ വേറെ എന്തെങ്കിലും വരും. അപ്പം അങ്ങനെ വൈകിട്ട് പറ്റിയെങ്കിൽ ക്ഷേത്രത്തിൽ പോകാമെന്നും പറഞ്ഞു വെച്ചിരുന്നു. ഇതിൻ്റെ മുമ്പത്തെ പിറന്നാളിനൊക്കെ ഇപ്പോൾ ക്ഷേത്രത്തിൽ പോകലും ശാന്തിനും അനുഗ്രഹമൊക്കെ വാങ്ങലുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഒന്നും നടന്നില്ല. കാരണം മക്കൾ ഓരോരോ ക്ലാസ്സിലെത്തുമ്പോൾ നമ്മൾ ഓരോ പിന്നാലെ പോകുമ്പോൾ ബാക്കിയെല്ലാം നമുക്ക് പെൻഡിങ് കിടക്കും. അങ്ങനെ അവൾ വരുമ്പോഴേക്കിന് ഒരു പായസമെങ്കിലും ഉണ്ടാക്കണ്ടേ, അല്ലെങ്കിൽ എനിക്കെന്തോ ഒരു തകരാറാണ്. സ്കൂളില്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ സദ്യയൊക്കെ ഒരുക്കി ഞാൻ വെക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ഞാനൊരു പായസത്തിലാണ് പിറന്നാൾ ഒതുക്കിയത്. കാരണം ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്നേ കേക്ക് മുറിക്കുകയുള്ളൂ. അപ്പം അങ്ങനെ ഒരു പായസം ഉണ്ടാക്കാം കേട്ടോ. സേമിയ പായസം ആർക്കും പറയേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും സിമ്പിളായിട്ട് അറിയാവുന്നതുമാണ്. നമ്മളങ്ങനെ പറഞ്ഞ് പൊലിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ കുഞ്ഞൊരു സേമിയ പായസം ഉണ്ടാക്കി ഞാൻ തന്നെ എൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടി എൻ്റെ മോൾക്ക് കൊടുത്ത്. അപ്പോൾ ഇച്ചിരി ചൂടുണ്ടായിരുന്നു. മോള് കിടന്നുകൊണ്ട് കളിക്കുന്ന കളിയാട്ടോ. അത് എല്ലാവർക്കും കൊടുത്തു കേട്ടോ.